നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം നമ്പർ 1 ആണ് എന്ന് നാഴിക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യ മേഖലയിൽ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസവും വളരെ പ്രായം കുറഞ്ഞ 10 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ വളരെ പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങൾ ദാനം ചെയ്ത അവരുടെ അച്ഛൻ്റെയും അമ്മയുടെ നിർണായകമായ നടപടി, അത് ഒട്ടും സമയം കളയാതെ തന്നെ കൃത്യമായി മറ്റ് ശസ്ത്രക്രിയകൾ നടത്താനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരികയും ഒക്കെ ചെയ്തതും നമ്മുടെ ആരോഗ്യ മേഖലയെ മികച്ച ഒന്നാക്കി മാറ്റുന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതേ ആരോഗ്യ മേഖലയിൽ തന്നെ വളരെ ചെറിയ കാര്യങ്ങൾ, വലിയ ചികിത്സയോ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടില്ല, വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരുന്ന അനാസ്ഥകൾ ഭാവിയിൽ എത്ര ആളുകൾക്ക് അത് ബാധിക്കാവുന്ന അനാസ്ഥയായി മാറുന്ന, അതായത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഈ സമൂഹത്തിന് താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മളിൽ പലരും. നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും വേണ്ട എന്ന് വെച്ച് നമ്മൾ കളയാറുണ്ട്, വളരെ മോശം അനുഭവങ്ങൾ. എന്നാൽ ചിലർ അതിനെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട്. അവരെ പഞ്ഞിക്കിടുന്ന ജനങ്ങളെ നമ്മൾ കാണാറുണ്ട്, എന്നാൽ അവരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെയും കാണാറുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു റീൽ വരികയാണെങ്കിൽ നമ്മൾ 2 വട്ടം ചിന്തിക്കും. ഒന്ന്, അവർ സമൂഹ മാധ്യമങ്ങളിൽ റീൽസും ലൈക്കും ഷെയർസും വ്യൂസും കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരാക്രമണമാണോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കും. അല്ല, മറിച്ച് വീണ്ടും ഒന്ന് ആലോചിക്കും, അത് തെളിവ് സഹിതമൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്കത് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ തെളിവ് സഹിതം ഒരു യുവതി സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. സൈൻ എന്ന സമൂഹ മാധ്യമത്തിൽ, അതായത് ഇൻസ്റ്റഗ്രാമിലെ സൈൻ എന്ന പേജിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഈ ഒരു വാർത്ത കണ്ടിരിക്കുകയാണ്. ഈ വാർത്തയിൽ അവർ പറയുന്നത് ഏകദേശം 1 മില്യൺ വ്യൂസ് ആണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾക്ക് 1 മില്യൺ വ്യൂസ് അവർക്കുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അത് കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്നും ഒരു പപ്പായ ജ്യൂസ് വാങ്ങിയിരുന്നു. ആ പപ്പായ ജ്യൂസിൽ എന്താണ് അവസ്ഥ? അതായത് പപ്പായ ജ്യൂസ് കയ്യിലെടുക്കുമ്പോൾ പപ്പായ അല്ല, മറിച്ച് മറ്റെന്തോ ആണ്, ഒരുതരം ഡൈപ്പർ, അതായത് കുഞ്ഞുങ്ങളുടെ സ്നഗിയിൽ വെക്കുന്ന അതിനകത്തുള്ള ജെല്ല് പോലെ ഇരിക്കുന്ന എന്തോ വസ്തുവിനെ പോലെയാണ് കണ്ടിട്ട് തോന്നുന്നതെന്നാണ് അവർ പറയുന്നത്. അവർ തെളിവ് സഹിതം അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന മറുപടി, അതായത് ആ ക്യാൻറ്റീൻ നടത്തുന്ന ഉടമസ്ഥർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഇത് ഇവിടുത്തെ ഡോക്ടർമാരടക്കം കുടിച്ചിട്ടുള്ളതാണ്, അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ അവർ പറയുന്നു, അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് തോന്നി, ഞാൻ ഇതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ ആ പൈസ എനിക്ക് തരണമെന്ന് പറയുന്നു. ആ പൈസ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്? അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ തെറ്റുണ്ട് എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ പൈസ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവർ കാണിക്കുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നത് പപ്പയുടെ ഒരു തരത്തിലുമുള്ള രുചിയോ മണമോ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇതിൽ എന്നാൽ ചിലർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത്, ഇത് പപ്പായ ജ്യൂസ് അല്ല, പാമ്പർ ജെല്ലി യെല്ലോ കളർ ആഡ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ആ യുവതി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത് ക്യാൻറ്റീൻ മെഡിക്കൽ കോളേജിൽ ഇത്രയും എനിക്ക് പറയണം നോക്ക്, മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ്റെ അകത്ത് വാങ്ങിച്ചത് ജ്യൂസ് അല്ല, മനുഷ്യനെ കൊണ്ട് എന്തോ ഒരു സാധനമാണ്. നോക്ക്, ഡോക്ടർമാർ കുടിച്ചതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് തോന്നി, ഡോക്ടർമാർ കുടിച്ചപ്പോൾ അവർക്ക് തോന്നിയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയതാ. ഇത് എന്തായാലും പപ്പങ്ങ ജ്യൂസ് അല്ല ചേട്ടൻ ഇതിന് കൊണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കൂട്ടിനിരിക്കുന്ന ആൾക്കാർ അവർ ഇതവർ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയല്ലോ. ഇതാണ് ഇവിടെ അഴിമതി നടക്കുന്നത്. ഇവിടെ നോക്ക്, ഇത് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് ഇവര് തന്ന ജ്യൂസാണിത്. 10 വയസ്സ് ആയ കൊച്ചിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നോക്ക്, നിങ്ങൾ പറ, ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, പൈസ ഇങ്ങനെ തന്നാൽ മതി, പൈസ എന്താ. പക്ഷെ ഇത് ഞങ്ങൾ വെറുതെ ഇരിക്കാനില്ല, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാനെടുത്ത് കംപ്ലൈന്റ് തന്നെ ചെയ്യും. പപ്പങ്ങ ജ്യൂസ് എന്നും പറഞ്ഞ് അവര് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് തന്നതാണ്. ഇതൊരു ജെല്ലി പോലെ എന്തുവാണ് സംഭവം. അവര് ഫ്ലേവറും കൊടുത്ത് കുറച്ച് കളറും ചേർത്തിട്ട് പപ്പങ്ങയെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷെ ഇത് എന്തോ ഈ കുട്ടികളുടെ സ്നേഹിക്കാത്തിരിക്കുന്ന ആ ഒരു ജെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെ തെളിത്തരം കാണിക്കുന്നത്? എത്രയോ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ കിടക്കുന്നത്. ചിലവർക്ക് പിന്നെ ഒരു ഫുഡും കഴിക്കാൻ പറ്റാതെ ചിലപ്പോൾ ജ്യൂസ് ആയിരിക്കും അവർ ആശ്രയിച്ച് പെട്ടെന്ന് പോണത്. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തോണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് ക്യാൻറ്റീനിൽ പോകണം. മൾട്ടി സ്പെഷ്യാലിറ്റി അവിടെ ഇരിക്കുന്ന ക്യാൻറ്റീൻ്റെ അടുത്താണ് ഈ സംഭവം നടന്നത്. അവിടെ പോയി ചോദിച്ചിട്ട് അവരെ പ്രതികരണം കാണുന്നവരുന്നത് അവരൊന്നും ചെയ്തിട്ടില്ലാത്ത പോലെ. ഇതിന്റെ പേരൊക്കെ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്. പൈനാപ്പിൾ ഉണ്ടോന്ന് എനിക്കറിയാം, തണ്ണിമത്തനുണ്ടായിരുന്നു. അപ്പൊ ഈ തണ്ണിമത്തനും ഇതേപോലെ നല്ല കട്ടിക്ക് എന്തോ കണ്ട മാവ് ഉരുട്ടി കുഴച്ച് വെക്കുമ്പോഴുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കണം? പാവങ്ങളാ, അവരുണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അത്യാഗ്രഹം കാണിച്ചിരിക്കുന്നത്? അന്തസ്സോടെ ഒരു കഷ്ണം പപ്പങ്ങയോ ഒരു കഷ്ണം പൈനാപ്പിൾ ഇട്ട് കുറച്ച് വെള്ളവും വീതി പഞ്ചസാര ഇട്ട് കലക്കൊരു ഗ്ലാസ്സിൽ വീതി വെച്ചിട്ട് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് അവന്മാർ വിൽക്കട്ടെ. അതിനൊരു അന്തസ്സുണ്ട്. ഇതെന്തോ നിറകിട്ട വേല തന്നെ കാണിച്ചത്. നമ്മൾ എവിടെ പരാതി പറയാം, ആർത്തെ പരാതി പറയാം? ഈ എവിടെ പരാതി പറഞ്ഞ് എന്നിട്ട് എല്ലാം അവരുടെ കയ്യിലാണല്ലോ. അത്രയും വിഷമമുണ്ട്. ഇപ്പൊ ഞാൻ പറ്റിക്കപ്പെട്ടതിലല്ല എനിക്ക് വിഷമം. ഇത് എത്രയോ രോഗികൾ കഴിച്ചു. ഇതെന്തോന്ന്
ഇത് ചോയ്സ് എഴുതുമ്പോൾ പറയണം നിനക്ക് കാണിച്ചു തന്നെ. ഇതിൽ നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും ഈ ഓഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട 1-2 പേരുണ്ട്. അനീതിക്കെതിരെ എവിടെയാണെങ്കിലും പോരാടുക തന്നെ വേണം. മാത്രമല്ല ചിലർ പറയുന്നുണ്ട് ഇത് നമുക്ക് ടെസ്റ്റിന് അയക്കാം, എന്താണ് വസ്തുത എന്ന് നമുക്ക് അറിയണമല്ലോ, നമുക്ക് ടെസ്റ്റിന് അയക്കാമെന്നും പറയുന്നുണ്ട്. വേറൊരാൾ പറയുന്നത് എൻ്റെ പൊന്നു സ്ത്രീയെ പപ്പായ ജ്യൂസ് വെള്ളം കുറച്ച് അടച്ചാൽ അങ്ങനെയാണ് ഇരിക്കുക എന്ന് പറയുന്ന. ഡോക്ടർ ഉപയോഗിച്ച വണ്ടിക്ക് ശേഷം ഇനി എന്ത്, ഡോക്ടേഴ്സ് കുടിക്കുന്ന ജ്യൂസോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് കിട്ടിയില്ലെങ്കിൽ എന്താ, ജെല്ലി മിഠായി കിട്ടിയല്ലോ എന്ന് കമന്റ് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെങ്ങളെ പപ്പായ ജ്യൂസ് വെള്ളമില്ലാതെ അടിച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആരോഗ്യ വകുപ്പ് എന്നൊരു വകുപ്പ് നമുക്കുണ്ട്. അതിന് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാത്തത്? അത് അവർ ഒരു ലാബ് ടെസ്റ്റ് വിട്ടിട്ട് രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. കാര്യങ്ങൾ മനസ്സിലാക്കാതെ എല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യും. ആ സ്ഥാപനം കൊണ്ട് ജീവിക്കുന്ന എത്ര കുടുംബമാണുള്ളത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെടാമല്ലോ എന്നും പറയുന്നുണ്ട്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്രതികരണം അത് നല്ലതാണ്. അതായത് പ്രതികരിക്കുക, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക. പക്ഷേ ആവേശം മൂത്ത് നേരത്തെ പറഞ്ഞ പോലെ ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ പ്രതികരണം കൊണ്ട് അനാവശ്യ പ്രതികരണവും കൊണ്ട് രക്തസാക്ഷിയായ ഒരു യുവാവാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത് അവർ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇത് പപ്പായ ജ്യൂസ് അല്ല, നമുക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ പണം തിരിച്ചു നൽകുന്നുമുണ്ട്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആരോഗ്യവകുപ്പ്, ഈ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥ തന്നെയാണ് പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്ന് കൂടി മറക്കാതിരിക്കുക. ആരോഗ്യവകുപ്പ് വളരെ ആരോഗ്യവകുപ്പല്ല, ആ മേഖലയിൽ നിൽക്കുന്ന മികച്ച ഡോക്ടർമാർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ വകുപ്പ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയമില്ല. ആരോഗ്യവകുപ്പ് വന്നതിന് ശേഷം, ഇവിടുത്തെ വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള വകുപ്പ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത്, സിസ്റ്റം ശരിയല്ല എന്ന് മാത്രമേ എല്ലാവർക്കും ഒറ്റ സ്വരത്തിൽ പറയാറുള്ളൂ. എന്തായാലും ഇത് ലാബ് ടെസ്റ്റിന് വിധേയമാക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ ഒരു കട ഇത്തരത്തിൽ തെറ്റിദ്ധാരണ കൊണ്ട് അടച്ചുപൂട്ടുകയാണെങ്കിൽ നിരവധി കുടുംബങ്ങളുണ്ട്. തീർച്ചയായും തെറ്റിദ്ധാരണയല്ല, മറിച്ച് ഇതൊരു തെറ്റാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുന്നിൽ ഇയാൾ പുറത്തു കൊണ്ടുവരണം. മാത്രവുമല്ല ഇത് എത്ര ജനങ്ങളാണ്, മാത്രമല്ല എത്ര രോഗികളാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്ന എത്ര പേരാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇതുപോലെ ഒരിക്കൽ കാഞ്ഞങ്ങാട് അരിമല ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് കിട്ടിയിരുന്ന ബ്രെഡ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തതാണ്. കിട്ടിയപ്പോൾ വല്ലാത്തൊരു സ്മെല്ലും ഒരു സ്പോഞ്ച് പോലെ. നമ്മൾ അവരോട് പറഞ്ഞു ഇത് നാശമായിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ടേബിളിൽ നിന്നും എടുത്തു കൊണ്ടുപോയി, എന്നിട്ട് ഡിസ്പ്ലേക്ക് വെച്ചതും കൂടി എടുത്ത് മെല്ലെ മാറ്റി. എന്ത് സിമ്പിളായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവിടെയുണ്ട് മറ്റാരു പോലും അറിഞ്ഞിട്ടും പോലും ഇല്ല. അന്ന് നമ്മൾ ഒന്നും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് മുഴുവൻ വിറ്റു തീർത്തേനെ എന്നുള്ളതാണ്. അതായത് നിരവധി ആളുകൾ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അത് അഭിപ്രായപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പപ്പായ ജ്യൂസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാലും കുറച്ച് ടൈം പുറത്ത് വെച്ചാൽ ഇങ്ങനെ ജെല്ലി ടൈപ്പ് ആവാറുണ്ട് എന്ന് ചിലർ കമന്റ് പറയുന്നുണ്ട്. അതായത് അത് ചീത്തയായതാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിങ്ങനെ ജെല്ലി ടൈപ്പ് പുറത്ത് വെക്കും, അതിങ്ങനെ ആകുമ്പോൾ ചീത്തയായി എന്നാണ് പറയുന്നത്, മോശമായി പോയി എന്നാണ് പറയുന്നത്. എന്തായാലും അത് കൃത്യമായി തന്നെ ഇത് രണ്ടുപേരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നില്ല. തെറ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് തെറ്റ് തന്നെയാണ്. കാരണം ആരോഗ്യപരമായി നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല നിരവധി ആളുകളെ ഇത് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ നമ്മൾ ഇത് മുന്നോട്ട് പോയാൽ മാത്രമേ അത് കൃത്യമായി പരിശോധനകൾ അടക്കം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്.